സർക്കാർ ജോലി നേടാൻ ഞങ്ങളുണ്ട് കൂടെ. റൂട്ടസ് കാലിക്കറ്റ്. ഭരണഘടന ഭാഗം 5. 1. ഭരണഘടനയുടെ ലേഔട്ട് തയ്യാറാക്കിയത് ആര്? ഉത്തരം ഓപ്ഷൻ എ നന്ദലാൽ ബോസ്. 2. സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം ഏത് രാജ്യത്ത് നിന്നുമാണ് കടമെടുത്തത്? ഉത്തരം ഓപ്ഷൻ ഡി കാനഡ. 3. 1950 ജനുവരി 26 ആമുഖത്തിൽ ഇന്ത്യയെ എപ്രകാരമാണ് വിശദീകരിച്ചിരുന്നത്? ഉത്തരം ഓപ്ഷൻ ബി പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്. 4. താഴെ പറയുന്നതിൽ കേന്ദ്ര എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി അറ്റോർണി ജനറൽ. 5. GST നിലവിൽ വരാൻ കാരണമായ ഭരണഘടനാ ഭേദഗതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി 101. 6. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിൽ നിശ്ചിത ഇടവേളകളിൽ കൃത്യമായി തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? ഉത്തരം ഓപ്ഷൻ എ PK തുങ്കൻ കമ്മിറ്റി. 7. സുപ്രീം കോടതിക്ക് അധികാരം ലഭിച്ചിരിക്കുന്നത് എവിടെ നിന്ന്? ഉത്തരം ഓപ്ഷൻ ബി ഭരണഘടന. 8. ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാവുന്ന സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പരിപാടികൾ ഗവൺമെൻറ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഏത്? ഉത്തരം ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങൾ. 9. താഴെ പറയുന്നവയിൽ ഏതാണ് 42-ാം ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത്? ഉത്തരം ഓപ്ഷൻ ബി സോഷ്യലിസ്റ്റ്. 10. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. 11. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എങ്ങനെ ഭേദഗതി ചെയ്യാം? ഉത്തരം ഓപ്ഷൻ സി പ്രത്യേക നടപടിക്രമം വഴി. 12. രാഷ്ട്രത്തലവന് നാമമാത്ര അധികാരമെന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ബ്രിട്ടൻ. 13. ഇന്ത്യയിൽ എത്ര തവണ ദേശീയ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി? ഉത്തരം ഓപ്ഷൻ സി 3 തവണ. 14. നിയമത്തിനു മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി 14. 15. പ്രാദേശിക സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? ഉത്തരം ഓപ്ഷൻ സി PK തുങ്കൻ കമ്മിറ്റി. 16. രാഷ്ട്രപതിക്കെതിരായ ഇംപീച്ച്മെന്റ് ആരംഭിക്കേണ്ടത് പാർലമെന്റിന്റെ ഏത് സഭയിലാണ്? ഉത്തരം ഓപ്ഷൻ സി പാർലമെന്റിലെ ഏത് സഭയിലും. 17. കേന്ദ്ര സർക്കാരിൻ്റെ നയപ്രഖ്യാപനം പാർലമെന്റിൽ വായിക്കുന്നതാര്?
ഉത്തരം ഓപ്ഷൻ സി രാഷ്ട്രപതി. 18 കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ ബി 9. 19 ചുവടെ പറയുന്നവയിൽ ഭരണഘടനയിൽ ഉൾപ്പെട്ട മൗലികാവകാശം അല്ലാത്തതേത്? ഉത്തരം ഓപ്ഷൻ സി സ്വത്തവകാശം. 20 നിലവിൽ ലോക്സഭയിലേക്ക് ഏറ്റവും കൂടുതൽ അംഗങ്ങളെ അയക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.